മൂന്നാമതും തുടർഭരണമെന്ന ചരിത്ര നേട്ടം ആവർത്തിക്കാനുള്ള സമ്മർദ്ദവും പേറിയാണ് രണ്ടാം പിണറായി സർക്കാർ ഇന്ന് 5ാം വർഷത്തിലേക്ക് കടക്കുന്നത്. നിർണായകമായ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുക എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി. വികസന ക്ഷേമരംഗത്തെ നേട്ടങ്ങളുടെ അകമ്പടിയിൽ വോട്ടർമാരെ അഭിമുഖീകരിക്കാനിറങ്ങുന്ന സർക്കാരിന് മുറിച്ചു കടക്കേണ്ടുന്ന നിരവധി വിഷയങ്ങൾ ചേർന്ന് രൂപപ്പെടുത്തിയ ഭരണവിരുദ്ധ വികാരത്തെയാണ്. സംസ്ഥാന ഭരണത്തിൽ തുടർച്ചയായി മൂന്നാമതും അധികാരത്തിലെത്തുക എന്നത് ചരിത്ര നേട്ടമാണ്. കേരളത്തിൽ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. എന്നാൽ പിണറായി വിജയൻ്റെ നിയന്ത്രണ മികവിൽ ആ ചരിത്ര നേട്ടം കയ്യെത്തിപ്പിടിക്കാനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ LDF. മൂന്നാം തവണയും പിണറായി എന്ന ക്യാമ്പയിൻ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഭരണത്തിൽ ഹാട്രിക് നേടാൻ തയ്യാറെടുക്കുന്ന സർക്കാരിന് മുന്നിൽ രാഷ്ട്രീയ വെല്ലുവിളികൾ ഏറെയാണ്. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ പ്രകടനപത്രികയിൽ പ്രഖ്യാപിച്ചതുപോലെ ക്ഷേമ പെൻഷൻ 2500 രൂപയായി വർദ്ധിപ്പിക്കുക, വീട്ടമ്മമാർക്ക് പെൻഷൻ തുടങ്ങിയ വാഗ്ദാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കുമെന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. സർക്കാരിനെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ചുറ്റിപ്പറ്റിയുയരുന്ന വിവാദങ്ങളാണ് മറ്റൊരു വെല്ലുവിളി. കേന്ദ്ര ഏജൻസികളിലൂടെ പുറത്തുവന്ന ആക്ഷേപങ്ങൾ പരമ്പരാഗത ഇടത് അനുകൂലികൾക്കിടയിൽ പോലും സംശയങ്ങൾക്കിട നൽകിയിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്തെ സ്വർണ്ണക്കടത്ത് ആക്ഷേപങ്ങളെ മറികടന്ന് വന്നതുപോലെ ഇതും അതിജീവിക്കാൻ കഴിയുമെന്നതാണ് ഭരണ നേതൃത്വത്തിൻ്റെ ആത്മവിശ്വാസം. ഭരണം മുഖ്യമന്ത്രിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയും മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ പുതിയ അധികാരവർഗമായി മാറിയതും ഇടത് വിശ്വാസികൾക്കിടയിൽ ചർച്ചയാണ്. താത്വിക രാഷ്ട്രീയ ഘടന അട്ടിമറിക്കുന്നതിൽ പ്രയാസപ്പെടുന്ന പാർട്ടി നേതാക്കളും കുറവല്ല. ഇടത് വലത് മുന്നണികൾ മാത്രം ഉണ്ടായിരുന്ന സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJP കൂടി നിർണായക ശക്തിയായി കടന്നു വന്നതും മൂന്നാം ഭരണത്തിന് മുന്നിലുള്ള വെല്ലുവിളിയാണ്. BJPയുടെ കടന്നുവരവ് UDFനും ഭീഷണിയാണ് എന്നത് മാത്രമാണ് LDFന് ആശ്വാസകരമായ കാര്യം. സർക്കാരുകളെ അവയെ നയിക്കുന്നവരുടെ പേര് ചേർത്ത് വിളിക്കുക പതിവാണ്. അങ്ങനെ നോക്കിയാൽ ഒന്നും രണ്ടും ഇടത് സർക്കാരുകൾ അക്ഷരാർത്ഥത്തിൽ പിണറായി സർക്കാരുകൾ തന്നെയാണ്. എല്ലാ നാദത്തിനും മീതെ ചെണ്ട എന്ന് പറയുന്നത് പോലെ പിണറായി നയിക്കുകയും ഭരിക്കുകയും ചെയ്ത 9 വർഷങ്ങൾ. വെല്ലുവിളികളെ അതിജീവിച്ച് ഇനി LDFനെ മൂന്നാമതും ഭരണത്തിലെത്തിക്കേണ്ട ഉത്തരവാദിത്തം പിണറായിക്ക് തന്നെ. തിരുവനന്തപുരത്ത് നിന്ന് ഷൈജു ചാവശ്ശേരിക്കൊപ്പം R. ശ്രീജിത്ത്, 24.